വഞ്ചി ഉണ്ടോന്നു വഞ്ചി തുഴഞ്ഞു പോണം നമുക്ക് കാണാട്ടാ. വഞ്ചിയിലാണ് വഞ്ചിയിലിങ്ങനെ പോവാ. അപ്പുറം കാട്ടിലേക്ക് പോവാ. എന്തിനാന്നറിയോ? എന്തിനാന്ന് വെച്ചാൽ ആനേനെ ഓടിക്കാൻ. ആന രാത്രി വരും അവിടെ. ആന രാത്രി വരുമേ അവിടെ വലിയ കുഴി കുത്തിയിടും. അപ്പോൾ എന്തിനാണെന്നറിയോ? അപ്പോൾ ആന വരില്ല. ആ കുഴി കുത്താൻ വേണ്ടി പോണേ കണ്ടോ. തുഴഞ്ഞു പോകണം കേട്ടോ. ആനയുടെ അടുത്തേക്ക് പോവാ. ആന ഓടിക്കുമ്പോൾ വഞ്ചിയിൽ പിടപെട്ടേന്ന് ഇങ്ങോട്ട് ഓടും. പെട്ടെ. അപ്പോൾ ആന വെള്ളത്തിലേക്ക് എടുത്തിയാടും. അപ്പോൾ സ്പീഡിൽ വഞ്ചി തുഴഞ്ഞു വരും കേട്ടോ. സ്പീഡിൽ വണ്ടി തുഴഞ്ഞു കഴിയുമ്പോൾ ആനയ്ക്ക് ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് ഒഴുക്ക് കാരണമുണ്ട് ആനയ്ക്ക് നീങ്ങാൻ പറ്റില്ല. എന്ന് നോക്കിക്കോട്ടോ. അപ്പുറം പോയിട്ട് ആന രാത്രി വരാണ്ടിരിക്കും. അവിടെ കരണ്ട് പിടിപ്പിച്ചിടും കമ്പി വരി. അയ്യോ നീ പോണോ നോക്കണ്ട്. നമ്മളെ നോക്കണ്ട്. നമ്മളെന്തുട്ടാ പറഞ്ഞത്? ആനനെ പിടിക്കാൻ പോണേ. അയ്യോ ഇത് ആനയുടെ ഒച്ചേക്കണം. ഓടിക്കോ. ആന വരണ്ടെന്നാ തോന്നണേ. കണ്ടോ പോണോ. ഈടോ അപ്പുറത്തെ ആനയാ കാട്. ഇപ്പം മാനുണ്ടാവും. ചിലപ്പോൾ പുലി വരും മുന്നിൽ. അപ്പോൾ കയ്യിലൊരു തോണിയുണ്ടാവും, ഒരു പൊട്ടാസ് ഉണ്ടാവും. അത് ചുട്ടോന്ന് പൊട്ടിക്കും. അത് പൊട്ടിക്കും വേണ്ടല്ല, പുലി ഓടും. നോക്കി പോണോ. ആ കണ്ടോ അങ്ങോട്ട് പോണോണ്ടാ. പോയി അകലേക്ക് പോയി നോക്കട്ടാ. അപ്പം അപ്പുറം എത്തൂട്ടാ. പോയി അവിടെ 2 ആൾക്കാർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. മലയാളമാണ് എന്നൊരു നാടുണ്ട്. ചെരുപ്പൂരിട്ട് പോണു. അയാൾ അവിടെ എത്തി. അയാൾ പോയി അപ്പുറം എത്തി. കണ്ണെത്താത്ത ദൂരത്തേക്ക് പോയി. അപ്പുറേ അതേ മല നോക്കി. ആ മലയുടെ ഉള്ളിൽ ആന നടക്കണുണ്ട്. ആന